الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുക. സൂറത്തുൽ ഖലം, അതിലെ 10ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കാനുള്ളത്. നിയമങ്ങൾ പറയാം. വല തുതിഅ, താ ത്വാ പിന്നെ ഐനാണ്. വല തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ. ഹല്ലാഫിൻ എന്നുള്ളിടത്ത് ഹാഇന്റെ തെൻവീന് വെളിവാക്കുകയില്ല. മഹീൻ എന്നുള്ളിടത്ത് മീമ് മണിക്കുകയും വേണം. ഹമ്മാസിൻ, ഹമ്മ മീമ് മണിക്കണം. സായിന്റെ തെൻവീന് വെളിവാക്കുകയില്ല. മശ്ശാഇൻ എന്നുള്ളിടത്ത് മീമ് മണിക്കണം. അതേപോലെ തന്നെ ഷീന് മദ്ദുണ്ട്. അതേപോലെ തന്നെ അംസന്റെ തെൻവീന് മീമാക്കി മണിക്കുകയും വേണം, ശേഷം ബാ വരുന്നത് കൊണ്ട്. അപ്പോ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ, മന്നാഇൻ എന്നുള്ളിടത്ത് നൂന് മണിക്കണം. അതിന്റെ തെൻവീന് വെളിവാക്കുകയില്ല. ലിൽ ഖൈരി മുഅ്തദിൻ അസീം, ഖാ ഐനൊക്കെ ശ്രദ്ധിക്കുക. അസീം സാ ആണ്. ഉതുല്ലിൻ ബഅദ, ഉതുല്ലിൻ എന്നുള്ള ലാമിന്റെ തെൻവീന് മീമാക്കി മണിക്കണം. ഉതുല്ലിൻ ബഅദ ദാലിക സനീം. കാന, കാന നൂന് മണിക്കണം. കാന ذا മാലി വബനീൻ, മാലിൻ എന്നുള്ള ലാമിന്റെ തെൻവീന് വെളിവാക്കൂല, ശേഷമുള്ള വാവ് മണിക്കുകയും വേണം. ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. അസാതീർ ത്വാഇന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. സനസിമുഹു അലൽ ഖുർതൂം, ത്വാ ആണ്. അലൽ ഖുർതൂം. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ചില ഒന്ന് മയപ്പെടാൻ, നിന്റെ ആരാധ്യന്മാരെ കുറച്ച് ദിവസം ഞങ്ങൾ ആരാധിക്കാം, അള്ളാഹിനെ ഞങ്ങൾ ആരാധിക്കാം. കുറച്ച് ദിവസം വദ്ദിന് സുവായിന് നബിയെ താങ്കളും ആരാധിക്കണം. അങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന രീതിയാണ് കാണുന്നത്. അപ്പൊ ഇതൊക്കെ അവർ മുദാഹന നടത്തി എന്നാണ് അല്ലെ. അവർ മയപ്പെടാൻ വേണ്ടി തന്ത്രം പ്രയോഗിച്ചു എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ബഹുദൈവ വിശ്വാസികളെ കുറിച്ചാണ് എങ്കിൽ അവരുടെ നേതാവായിരുന്നു വലീദ് ഇബ്നു മുഗീറ അൽ മഖ്സൂം എന്ന് പറയുന്ന ആള്. ഈ പറയുന്ന ആളുകളുടെ നേതാവാണ് അൽ വലീദ് ഇബ്നു മുഗീറ അൽ മഖ്സൂം, അൽ മഖ്സൂമി. അൽ വലീദ് ഇബ്നു മുഗീറ അൽ മഖ്സൂമി എന്നാണ് ഈ പറഞ്ഞ മുദാഹനക്ക് വേണ്ടിയിട്ടൊക്കെ വന്ന ആള്. അതായത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മജ്നൂൻ ആയിട്ടാണ് ചിത്രീകരിച്ചത്, അവർ വിളിച്ച് കളിയാക്കിയത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നബിനെ മജ്നൂൻ എന്ന് വിളിച്ചവരെ അള്ളാഹ് തിരിച്ചു പ്രയോഗിച്ചത് എന്താ? മുകദ്ദിബീൻ എന്നാണ്, കളവാക്കുന്നവർ എന്നാണ്. അതേപോലെ തന്നെ മുദാഹന നടത്തുന്ന, മയപ്പെടുത്തുന്ന ആളുകൾ എന്നാണ്. എന്നിട്ട് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. എന്താ പറയുന്നത്? വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ. അതായത് സത്യനിഷേധികളുടെ, പ്രത്യേകിച്ച് വലീദ് ഇബ്നു മുഗീറയുടെ ചില ദുസ്വഭാവങ്ങൾ അല്ലെങ്കിൽ ചീത്ത ക്വാളിറ്റികൾ എടുത്തു പറഞ്ഞിട്ട്
അവനെ അനുസരിക്കരുത് എന്ന് എന്ത് ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ വലാ തുതി പ്രവാചകരെ താങ്കൾ അനുസരിക്കരുത് ആരെ കുല്ല ഹല്ലാഫിൻ അതായത് വർദ്ധിച്ച് സത്യം ചെയ്യുന്ന ആള് ഇങ്ങനെ ആവർത്തിച്ച് 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 സത്യം ചെയ്യുന്ന ഒരാളെയും എന്ത് ചെയ്യരുത് അനുസരിക്കരുത് അതേപോലെ തന്നെ മഹീനിൻ നീചനായിട്ടുള്ള നീചനായിട്ടുള്ള വർദ്ധിച്ച് വർദ്ധിച്ച് സത്യം ചെയ്യുന്ന ഒരാളെ പ്രവാചകരെ താങ്കൾ അനുസരിക്കരുത് പിന്നെ അള്ളാഹു വീണ്ടും പറയാണ് ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം ഹമ്മാസ് ഹമ്മാസ് എന്ന് പറഞ്ഞ ഹമസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹമസ പിന്നെ എന്ന് പറഞ്ഞാല് ഈ കോല് കൊണ്ട് കുത്തുന്നതിനാണ് പറയാ നമ്മള് കോലുണ്ടല്ലോ ചെറിയ കമ്പ് അതുകൊണ്ട് കുത്തുന്നതിനാണ് എന്താ പറയാ ഹമസ എന്ന് പറയാ ഇവിടെ നാവ് കൊണ്ട് കുത്തുവാക്ക് പറയുന്നതിനും അതേപോലെ തന്നെ എന്നോടാണോ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുന്നതിനാണ് ഇവിടെ ഉദ്ദേശം അതായത് നാവ് കൊണ്ട് കുത്തുവാക്ക് പറയുക കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക അപ്പോ ഹമ്മാസിൻ പിന്നെ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുന്നവനെ മശ്ശാഇൻ അങ്ങനെ നടക്കുന്ന ഒരാൾ അതേപോലെ തന്നെ ബിനമീം ഏശനി കൊണ്ട് നടക്കുന്നവനെയും നീ എന്ത് ചെയ്യരുത് അനുസരിക്കരുത് അതായത് കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിച്ച് ഏശനി പറഞ്ഞു നടക്കുന്ന ഒരുവനെ നീ എന്ത് ചെയ്യരുത് അനുസരിക്കരുത് എന്നാണ് അതായത് പറയാണ് ജനങ്ങളുടെ ഇറച്ചി തിന്ന് നടക്കുന്ന ആള് ജനങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്ന ഒരുവനെ നീ എന്ത് ചെയ്യരുത് അനുസരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് അതേപോലെ തന്നെ വീണ്ടും അള്ളാഹു പറയുന്നു മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അതീം മന്നാഇൻ തടയുന്നവൻ മന്നാഇൻ തടയുന്നവനെ അനുസരിക്കരുത് എന്ത് തടയുന്നവനെ ലിൽ ഖൈർ ലിൽ ഖൈർ ഖൈർ എന്ന് പറഞ്ഞ എന്താ ഷെറിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഷെർ എന്ന് പറഞ്ഞാൽ വിപത്ത് ഷെർ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഖൈർ അപ്പോ ഖൈർ നന്മ തടയുന്നവനെ എന്ത് ചെയ്യരുത് നീ അനുസരിക്കരുത് പക്ഷെ ഇവിടെ ഉദ്ദേശം മാൽ എന്നാണ് ധനം കാരണം ധനത്തിന് എന്ത് പറയും ഖൈർ എന്ന് പറയും ധനത്തിന് ഖൈർ എന്ന് പറയും അപ്പൊ ഇവിടെ സമ്പത്ത് തടയുന്നവനെ നീ എന്ത് ചെയ്യരുത് അനുസരിക്കരുത് മന്നാഇൻ തടയുന്നവനെ ലിൽ ഖൈർ സമ്പത്തിനെ തടയുന്നവനെ നീ അനുസരിക്കരുത് അതേപോലെ തന്നെ മുഅ്തദിൻ അതിക്രമിയായിട്ടുള്ള മുഅ്തദ് എന്ന് പറഞ്ഞാൽ അതിക്രമിയായിട്ടുള്ള അസീമിൻ എന്ന് പറഞ്ഞ അധർമ്മകാരി അല്ലെങ്കിൽ മഹാപാപിക്കൊക്കെയാണ് അസീം ഇസ്മ എന്ന് പറഞ്ഞ പാപം അസീം എന്ന് പറഞ്ഞ മഹാപാപി അങ്ങനെ മഹാപാപിയായിട്ടുള്ള അതിക്രമകാരിയായിട്ടുള്ള സമ്പത്ത് തടയുന്ന ആളെ നീ എന്ത് ചെയ്യരുത് അനുസരിക്കരുത് നമീമത്ത് പറഞ്ഞു നടക്കുന്ന പിന്നെ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിച്ചുകൊണ്ട് ആവർത്തിച്ച് സത്യം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വെറുതെ പറയുന്ന നീചനായ ഒരാളെയും നീ അനുസരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ കുറെ തിന്നുന്ന ആൾക്ക് പറയും ഇങ്ങനെ പിന്നെ എന്താ പറയാ ഞങ്ങള് മലപ്പുറത്തെ പറയും തിന്നാവൂ എന്നൊക്കെ പറയും ഇങ്ങനെ കുറെ തിന്നുകൊണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ അയവർക്കാന്ന് അറിയില്ലേ ഈ പശുക്കളും ഇതൊക്കെ നാക്കാലികളൊക്കെ ഉണ്ടല്ലേ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നുണ്ടാവും എന്നതുപോലെ ഇങ്ങനെ തിന്നുന്ന ആൾക്ക് എന്ത് പറയും ഒഴുത്തുല്ല് എന്ന് പറയും അതേപോലെ തന്നെ നല്ല തടിമാടൻ എന്ന് പറയും നല്ല തടിയുള്ള ആൾക്ക് ഒഴുത്തുല്ല് എന്ന് പറയും അതേപോലെ തന്നെ പരുഷ പ്രകൃതിയുള്ള നല്ല പരുഷമായിട്ടുള്ള പ്രകൃതിയുള്ള ആൾക്ക് ഒഴുത്തുല്ല് എന്ന് പറയും അതേപോലെ തന്നെ ക്രൂരനായിട്ടുള്ള വ്യക്തിക്ക് ഒഴുത്തുൽ എന്ന് പറയും ഇതൊക്കെ ഈ പറയുന്ന അർത്ഥങ്ങളൊക്കെ ഇവിടെ ഉദ്ദേശമാണ് എന്ന് മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒഴുത്തുല്ലിൻ ബഅദ അതിനുശേഷം പിന്നെ പരുക്ക സ്വഭാവനായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരനായിട്ടുള്ള ഒരാളെ പ്രവാചകരെ താങ്കൾ അനുസരിക്കരുത് എന്നാണ് എങ്ങനെയുള്ള ജനീം എന്ന് പറഞ്ഞാൽ ദുഷ്കീർത്തി നേടിയിട്ടുള്ള ആള് അതായത് ജനീം എന്ന് പറഞ്ഞാൽ ദഈ എന്നുള്ളതാണ് അതായത് സന്താനത്തിന് പറയും ജനീം ജാരസന്താനം എന്നതിന് അതായത്
അതല്ലെങ്കിൽ പിന്നെ ഈ എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ ഉണ്ടല്ലോ. ഒരു വാഹനം ആകട്ടെ, ഒരു വാഹനത്തിന് കമ്പനി കൊടുക്കുന്ന ഒരു മോഡൽ ഉണ്ട്, അതിന്റെ പുറമെ കുറെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുക, അതിനൊക്കെ ജനീം എന്ന് പറയും. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഈ മൃഗങ്ങളുടെ, നമ്മള് നാട്ടിലെ ആടുകളിലൊക്കെ കണ്ടില്ലേ, ചില ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്കൊക്കെ കാതില് എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടാവും, അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും കാത്. അതെന്താ, അവിടെ ഒരു കമ്പല് പോലത്തെ സംഗതി കൊടുത്തിട്ട്, അതിനൊക്കെ ജനീം എന്ന് പറയും. അപ്പോൾ ശരിക്കും ഇവിടെ ജാരസന്താനത്തിനാണ്, അതായത് ഒരു തറവാട്ടിലേക്ക് ചേർക്കപ്പെടേണ്ടവരെ ചേർക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് അടിമ സ്ത്രീയിലുണ്ടായ കുട്ടിയെ ഉപ്പയുടെ കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നതിന് എന്ത് പറയും? ജനീം എന്ന് പറയും. അതായത് ആ കാലഘട്ടത്തിൽ എന്തുണ്ട്? അടിമ സമ്പ്രദായം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ യാത്ര ചെയ്യുന്നിടത്ത് അവിടെ ഒരു അടിമനെ വാങ്ങും, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ആ കുട്ടി, അതിലും കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? പിന്നെ വാപ്പന്റെ കുടുംബത്തിലേക്ക് ചേർത്ത് പറയും. അപ്പൊ അതിനൊക്കെ ജനീം എന്ത് ചെയ്യലുണ്ട്? പറയലുണ്ട് എന്നാണ്. ഇവിടെ ഈ വലീദ് ബിൻ മുഗീറന്റെ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ജനീം എന്ന് പറഞ്ഞത്. ജാരസന്താനം അല്ലെങ്കിൽ അത്തരം അടിമകളിൽ നിന്ന് കുടുംബത്തിലേക്ക് ചേർത്തി പറഞ്ഞവൻ എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ചത്. അതിനൊരു കാരണമുണ്ട്. അതായത് വലീദ് ബിൻ മുഗീറ ജനിച്ചിട്ട് 9 വർഷം വരെ മുഗീറയുടെ കുടുംബത്തിലേക്ക്, വലീദിന്റെ ഉപ്പയാണ് മുഗീറ, ഈ മുഗീറയുടെ കുടുംബത്തിലേക്ക് വലീദിനെ എന്ത് ചെയ്തില്ല? ചേർത്തു പറഞ്ഞില്ല എന്നോ. 9 വർഷം വരെ വാപ്പന്റെ കുടുംബത്തിലേക്ക് എന്ത് ചെയ്തില്ല? ചേർത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നീടാണ് എന്ത് ചെയ്തത്? ചേർത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഉതുല്ലിൻ ബഅദ ദാലിക സനീം, അതിക്രമകാരിയായിട്ടുള്ള, അതിനുശേഷം പിന്നെ ജനീം, ഒരു ദുഷിച്ച പേര് കീർത്തി ലഭിച്ച, അല്ലെങ്കിൽ പിന്നീട് ഉപ്പയിലേക്ക് ചേർത്തി പറഞ്ഞ ഒരാളെയും നീ അനുസരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയാം. അപ്പോൾ വലീദിനെ കുറിച്ച് ഇത്രക്കും മോശമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയാനുള്ള കാരണം, അത്രക്കും ഇസ്ലാമിനെ ദ്രോഹിച്ച മക്കയിലെ പ്രമാണിമാരിൽ മുൻനിരയിലുണ്ടായിരുന്ന ആളായിരുന്നു വലീദ് ഇബ്നു മുഗീറ അൽ മഖ്സൂമി എന്ന് പറയുന്ന ആള്. ഇവിടെ വലീദിനെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യനാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ സൂറത്തു മുദ്ദസിർ എടുക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെ? അവിടെ വ്യക്തമായിട്ട് വലീദിനെ കുറിച്ചിട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. കുറെ സമ്പത്ത് ഉണ്ടായിരുന്നു വലീദിന്. അതേപോലെ തന്നെ കുറെ മക്കൾ ഉണ്ടായിരുന്നു. അതിൽ പെട്ടതാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമാണ്. അതേപോലെ തന്നെ ഹിഷാം, അതേപോലെ തന്നെ വലീദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതാണ്. ഫാഹിത്ത, ഫാത്തിമ, ആതിക, ഇതൊക്കെ വലീദിന്റെ മക്കളാണ്. ധാരാളം മക്കളും ധാരാളം സമ്പത്തും അവനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ വലീദ് ബിൻ മുഗീറയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ പറയാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അതായത് ഇങ്ങനെ ചിത്രീകരിക്കാൻ, വലീദിനെ ഇങ്ങനെ മോശപ്പെട്ട് ചിത്രീകരിക്കാനുണ്ടായ കാരണം എന്താന്നുള്ള പറയാം. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും, ഒരു മുസ്ലിമിന് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ മോശമായി ചിത്രീകരിക്കാൻ ഒരു മുസ്ലിം കഴിയില്ല, അല്ലെ? പാടില്ലാത്തതാണ്. അവൻ എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, ഇങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ നമ്മൾ ആരും ചിത്രീകരിച്ചതല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഇത് ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറയുന്നത്. കാരണം റബ്ബിനത് പറയാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. റബ്ബാണ് വലീദിന്റെ ഉടമസ്ഥൻ. വലീദിനെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് നന്ദികേട് കാണിക്കുന്ന, അള്ളാഹ്ക്കെതിരെ തിരിയുന്ന, അള്ളാഹുവിന്റെ മതത്തിനെതിരെ പോരാടുന്ന ഒരാളെ, അത്രവും മോശപ്പെട്ട സ്വഭാവത്തിലുള്ള ആളെ, ആ മോശപ്പെട്ട സ്വഭാവം എടുത്തു കാണിക്കുക എന്നുള്ളത് അത് തെറ്റല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വലീദിനെ ചിത്രീകരിക്കാനുള്ള കാരണം? അൻകാന അൻകാന ദാ മാലിൻ വബനീൻ, അതായത് അൻകാന ആയതിനാലാണ്. അൻകാന എന്ന് പറഞ്ഞാൽ ആയതിനാലാണ്. എന്ത്? ദാമാൽ, സമ്പത്തുള്ളവനായതിനാലാണ്, ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ടാണ്. വബനീൻ, അതേപോലെ തന്നെ സന്താനങ്ങൾ ഉള്ളത് കൊണ്ടും എന്നാണ്. അതായത് സ്വത്തും സന്താനങ്ങളും ഉള്ളതിനാലാണ് അവൻ ഇതൊക്കെ, ഈ പറയുന്ന പദവിയിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ
അവൻ ചെയ്തത്. എന്താ അവൻ ചെയ്തത്? ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ട് നീചനെന്നും കള്ളം പറയുന്നവനെന്നും അതേപോലെ തന്നെ പിന്നെ ജനീൻ ജാരസന്താനം എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലീദിനെ കുറിച്ച് പറഞ്ഞു? അതിന്റെ കാരണം അതാണ് പറയുന്നത്. ഇദാ തുത്ല, ഓതപ്പെട്ടാൽ, ഓതപ്പെട്ടാൽ അലൈഹി അവന്റെ മേൽ, വലീദ് ഇബ്നു മുഗീറയുടെ മേൽ, അല്ലെങ്കിൽ വലീദിനെ പോലെയുള്ള, അബൂജഹലിനെ പോലെയുള്ള, ഉതുബത്തിനെ പോലെയുള്ള പിന്നെ അങ്ങനെയുള്ള ആളുകളുടെ മേൽ ഓതപ്പെട്ട് കഴിഞ്ഞാൽ എന്ത്? ആയാതുന, നമ്മുടെ ആയത്തുകൾ, വിശുദ്ധ ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ഖാല, അവർ പറയും അസാതീറുൽ അവ്വലീൻ. അസാത്തീർ, ഇത് ഇതിഹാസങ്ങളാണ്, കെട്ടുകഥകളാണ്. അൽ അവ്വലീൻ, പൂർവികന്മാരുടെ കെട്ടുകഥകളാണ്. ആയത്തുണ്ട് ഓതി കൊടുക്കുമ്പോൾ അവർ പറയുന്നത് ഇത് അള്ള പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതൊന്നും അല്ലത്, ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളാണ് എന്ന് എന്ത് ചെയ്യും? വിശുദ്ധ ഖുർആനെ കുറിച്ച് അവർ പറഞ്ഞിരുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ അള്ളാഹു എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഖുർആൻ ഓതണ്ട എന്ന് പറഞ്ഞാൽ റസൂൽ നിങ്ങളെ അവനനുസരിക്കാനൊന്നും പോണ്ട. ഇങ്ങനെയുള്ള ഇത്രക്കും നീചനായിട്ടുള്ള വലീദ് ബിൻ മുഗീറയും അതേപോലെ തന്നെ അബൂജഹലും അബൂലഹബും ഇവരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? നാളെ മുതൽ മുഹമ്മദ് ഇവിടെ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരനുസരിക്കേണ്ട ആവശ്യമില്ല എന്നെന്ത് ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പക്ഷെ ഇവിടെ വലീദാണ് എന്ന് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കരുത് എന്നാ പറഞ്ഞത്. ആരാണ് ഈ മനുഷ്യൻ? അള്ളാഹു ഒരു വ്യക്തി എന്നാണ് പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? പേരെടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ പ്രവണതകൾ, ഈ ക്വാളിറ്റികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഒരാളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ മനുഷ്യൻ ആ പേരിലൊക്കെ പ്രസിദ്ധനുമാണ്. അത് വലീദ് ഇബ്നു മുഗീറയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ മുഫസ്സിരീങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് സംശയമില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പരാമർശങ്ങളൊക്കെ ആരുടെ പേരിലാണ്? വലീദ് ഇബ്നു മുഗീറയുടെ പേരിലാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ പറഞ്ഞ ക്വാളിറ്റികൾ, അതായത് ഈ പറഞ്ഞ ബാഡ് ക്വാളിറ്റികളൊക്കെ ഇതൊരിക്കലും ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. ഈ പറഞ്ഞ ബാഡ് ക്വാളിറ്റികളൊക്കെ ഒരു വിശ്വാസിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഹല്ലാഫും മഹീൻ, ഹമ്മാസിൻ മശാഇൻ ബിനമീൻ, മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, ഉതുല്ലിൻ ബഅദ ദാലിക സനീം. ഇതൊക്കെ ഒരാളുടെ ബാഡ് ക്വാളിറ്റികളായിട്ട് അള്ളാഹ് പറഞ്ഞതാണ്. ഇതൊന്നും ഒരിക്കലും എന്താവാൻ പാടില്ല, ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ വലീദ് മുഗീറ അവൻ എന്ത് ചെയ്തു? അതിരുകവിഞ്ഞു എന്നുള്ളതാണ്. അവൻ നല്ല പണ്ഡിതനാണ്, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നല്ല പണ്ഡിതനാണ് എന്നുള്ളത് അവനെ കുറിച്ചിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതായത് പിന്നെ മക്ക, അവിടുന്ന് 70 കിലോമീറ്റർ 75 കിലോമീറ്റർ അപ്പുറത്താണ് ത്വായിഫ്. മക്കത്ത് പോയവർക്ക് അറിയാം, അല്ലെ? ഇവിടുന്ന് നമ്മൾ UAE-ക്കാര് പോകുന്നവർക്കുള്ള മീഖാത്താണ് ത്വായിഫ്. അതായത് കർണു മനാസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നത്തെ ത്വായിഫ്, അതാണ് മീഖാത്ത്. അവിടുന്ന് ഏകദേശം എത്ര ഉണ്ട്? പിന്നെ 75 കിലോമീറ്റർ ഉണ്ട് മക്കത്തേക്ക്. ഈ ത്വായിഫ് മുതൽ മക്ക വരെ നീണ്ടുകിടക്കുന്ന, ഇടമുറിയാതെ നീണ്ടുകിടക്കുന്ന തോട്ടമുണ്ടായിരുന്നു വലീദ് ഇബ്നു മുഗീറക്ക് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്രക്കും സമ്പാദ്യം അവരുണ്ടായിരുന്നു. അതിൽ ധാരാളം പണിക്കാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവന്റെ ചുറ്റിലും എപ്പോഴും എന്തുണ്ടായിരുന്നു? മക്കളുണ്ടായിരുന്നു. വബനീന ഷുഹൂദ, സൂറത്ത് മുദ്ദസിറിൽ അള്ളാഹു പറഞ്ഞു, അല്ലെ? സന്നദ്ധരായിട്ടുള്ള മക്കൾ എപ്പോഴും വലീദിന്റെ കൂടെ ഉണ്ട്. കാരണം പിന്നെ സൂറത്ത് മുദ്ദസിർ എടുക്കുമ്പോൾ സൂചിപ്പിച്ചതാണ്. എന്തുണ്ട്? നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വീട്ടുകാർ പറയൂലേ, ഓരോ മക്കള്, ഒരാൾ UAE-യിലാണ്, ഒരാൾ ഖത്തറിലാണ്, ഒരാൾ ബഹ്റൈനിലാണ്, ഒരാൾ സൗദിയിലാണ്, അല്ലെ? നമ്മളെ വീട്ടിലെ പ്രായമുള്ള ഉമ്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ എവിടെ ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോ രാജ്യത്ത് ജോലിക്ക് പോയതാന്നുള്ളത് പറയാനുണ്ടാവും. എന്നതുപോലെ മക്കക്കാർക്ക് അന്ന് അവരുടെ മക്കൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് സിറിയയിലേക്ക് കച്ചവടത്തിന് പോയതാണ്, യമൻക്ക് കച്ചവടത്തിന് പോയതാണ്, ഷാമിലേക്ക് കച്ചവടത്തിന് പോയതാണ്. ഇങ്ങനെ കച്ചവടത്തിന് മക്കളെ പറഞ്ഞയച്ചിട്ടായിരുന്നു മക്കക്കാര് അവരുടെ ജീവിത മാർഗം കണ്ടിരുന്നത്. എന്നാൽ
വലീദിനെ സംബന്ധിച്ചിടത്തോളം അവന് മക്കളെ ഇതേപോലെ പറഞ്ഞേക്കേണ്ട ഒരാവശ്യമില്ല. കാരണം മക്കത്ത് തന്നെ അവന് ഇട്ടുമൂടാനുള്ള സമ്പത്തുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്രക്കും സമ്പത്തുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജിന്റെ വേളയിൽ വലിയ തോതിൽ ദാനം ചെയ്യുമായിരുന്നു നാം. വലീദ് വലിയ തോതിൽ എന്ത് ചെയ്യും, ഹജ്ജിന്റെ സീസൺ ആയി കഴിഞ്ഞാൽ ഹാജിമാരൊക്കെ വരും. ആ സമയത്ത് എന്ത് ചെയ്യും, ഒരുപാട് സമ്പത്ത് ദാനം ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? പടച്ചോന്റെ എന്തെങ്കിലും കിട്ടാനാ? അല്ല, പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട്. നാട്ടിലെ പ്രമാണിയാണ് എന്നുള്ള പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തിരുന്നു, പിന്നെ അവൻ ഒരുപാട് സ്വതക്കകൾ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ കൊടുത്തിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലീദിനെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശങ്ങൾ ശ്രദ്ധിച്ചോ? മന്നാഇൻ ലിൽ ഖൈർ, സമ്പത്ത് തടയുന്നവനാണ് എന്നാണ്. സമ്പത്ത് തടയുന്നവനാണ് എന്നാണ്. അതായത് ഇസ്ലാം സ്വീകരിച്ച ഒരാൾക്കും വലീദിന്റെ ഭാഗത്തുനിന്ന് ഒരു നയാ പൈസ സഹായം കിട്ടിയിട്ടില്ല എന്നാണ്. ഒരു നിലക്കും സഹായിച്ചില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകന് വരെ, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ഈ വലീദിന്റെ മകനാണ് വലീദ്. ഈ വലീദിന് വലീദ് എന്ന പേരുള്ള ഒരു മകനുണ്ട്, വലീദ് ബിനു വലീദ്. ഇസ്ലാമിന്റെ തുടക്കത്തിലാണ്. പിന്നീടാണ് മഹാനായ ഖാലിദ് ബിൻ വലീദ് ഇസ്ലാം സ്വീകരിക്കുന്നത്. റസൂല് മദീനത്തേക്ക് വന്നതിന്റെ ശേഷം. കാരണം ഉഹദിലൊക്കെ ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് വന്ന ആളുകളിൽ നേതാവായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്താണ് ഖാലിദ് ബിൻ വലീദ്. പിന്നീടാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മക്ക ഫത്തഹിന്റെ സമയത്താണോ അത് അതിന്റെ മുന്നേ ആണോ അറിയില്ല, ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ വലീദ് ബിൻ മുഗീറയുടെ മകൻ വലീദ് ബിൻ വലീദ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ ഇസ്ലാം സ്വീകരിച്ചതിന്റെ കാരണത്താൽ എന്ത് ചെയ്തു, സ്വന്തം മകന് വരെ സ്വന്തം വാപ്പാന്റെ സ്വത്ത് കൊടുക്കൂലെന്ന് തീരുമാനിച്ചു. മകനാണ്, സ്വന്തം ചോരയാണ് അല്ലെ. ഇന്ന് എത്രയോ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലെ. പല നിലക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, എന്നാലും നിന്റെ ചോരല്ലേ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, തെറിച്ചുപോയ മക്കൾക്ക് സമ്പത്ത് കൊടുക്കുന്ന വാപ്പാരുണ്ട്. പക്ഷെ വലീദ് എന്ത് ചെയ്തിട്ടില്ല, അത് കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, പല നിലക്കും സ്വന്തം മകനെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരത്തിലും മറ്റു നമസ്കാരങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, കുനൂത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, വലീദിനു വേണ്ടി, മകൻ വലീദിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അല്ലാഹുമ്മ അൻജിൽ വലീദ് ബിൻ വലീദ്, അള്ളാഹുവെ നീ വലീദ് ബിൻ വലീദിനെ നീ എന്ത് ചെയ്യണം, സഹായിക്കണേ എന്ന്, വിജയിപ്പിക്കണേ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ സ്വന്തം വാപ്പാന്റെ ഒക്കെ എന്ത് ചെയ്യാണ്, മകനാണ് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്നുള്ളതാണ്. അതായത് വലീദ് ബിൻ വലീദ് മകൻ ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ സ്വന്തം സഹോദരൻ, അതായത് ഈ വലീദിന്റെ ഒരു മകനാണ് ആര്, വലീദ് ബിൻ വലീദ്, മറ്റൊരു മകനാണ് ഖാലിദ് ബിൻ വലീദ്, മറ്റൊരു മകനാണ് ഹിഷാം. ഈ ഹിഷാം എന്ത് ചെയ്തിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഹിഷാം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വലീദ് ബിൻ വലീദ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ കാരണത്താൽ ഹിഷാം എന്ത് ചെയ്തു എന്നറിയോ, മുസ്ലിമീങ്ങളെയും അക്കൂട്ടത്തിൽ സ്വന്തം സഹോദരനെ ഒരു റൂമിന്റെ ഉള്ളിൽ, ആ റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേൽക്കൂരല്ല, ഓപ്പൺ. നമ്മൾ ഓപ്പൺ ടെറസ് എന്നൊക്കെ പറയില്ലേ, എന്നപോലെ ഓപ്പണാണ്. പക്ഷെ റൂമാണ്, പക്ഷെ മേൽഭാഗം ഇല്ലാത്തത്. അതിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അത്രക്കും പ്രയാസങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്വത്തുണ്ടായിട്ട് പോലും തൻ്റെ മകന് പോലും കൊടുക്കാതെ പിശുക്ക് കാണിച്ച വ്യക്തിയാണ് വലീദ് ബിൻ വലീദ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യാണ്, ഈ വലീദിന് വേണ്ടി, മകൻ വലീദിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയും മദീനയിലേക്ക് ഹിജറ വരികയും അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നുള്ളത് കാണാൻ കഴിയും. മകൻ വലീദ് മദീനത്ത് വെച്ച് മരണപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖമീസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായം, അതിൽ കഫൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, വലീദ് ബിൻ വലീദിനെ റളിയല്ലാഹു അൻഹുവിനെ മറമാടിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ സ്വന്തം മകന് പോലും ഇസ്ലാമിന്റെ പേരിൽ എന്ത് ചെയ്യാണ്, സമ്പത്ത് തടഞ്ഞ വ്യക്തിയാണ് ആര്, വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമി എന്ന് പറയുന്ന ആള്. ഈ വലീദിനെ സംബന്ധിച്ചിടത്തോളം നല്ല സാഹിത്യകാരനാണ്, നല്ല സാഹിത്യകാരനാണ്, നന്നായിട്ട് സാഹിത്യം പഠിച്ചിട്ടുള്ള ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിയും നല്ല അറിവുമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിനെ കുറിച്ച് പിന്നെ വലീദ് നന്നായി പഠിച്ചു. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വലീദ് നന്നായി പഠിച്ചു. എന്നിട്ട് ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് ഇന്നഹു യഅല വലാ യുഅല അലൈഹി എന്നാണ്. ഖുർആനാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്, ഏറ്റവും ടോപ്പിലുള്ളത് വിശുദ്ധ ഖുർആനാണ്, അതിന്റെ മുകൾക്ക് ഇഞ്ഞൊന്ന് വരാനില്ല എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വലീദ് ബിൻ മുഗീറ മഖ്സൂമി എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ അഭിപ്രായപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കവിതയിൽ കാണാൻ അദ്ദേഹം പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പേജുകൾ എഴുതിയിരുന്നു എന്നാണ്. ഖുർആന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പേജുകൾ എഴുതിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഖുർആനെ കുറിച്ച് വിശേഷിപ്പിച്ച് മക്കക്കാര് എന്താണോ ഖുർആനെ പറഞ്ഞത് അതല്ല എന്ന് പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ അത് സാഹിറിന്റെ വാക്കാണ്, സിഹിർ ചെയ്യുന്ന ഒരാളുടെ വാക്കാണ് ഖുർആനെ കുറിച്ചിട്ട് മക്കക്കാര് പറഞ്ഞത്. പക്ഷെ വലീദ് എന്ത് പറഞ്ഞു, ഇത് സാഹിറിന്റെ വാക്കല്ല, അതേപോലെ തന്നെ മാരണക്കാരന്റെ വാക്കാണ് ഖുർആനെ കുറിച്ച് പറഞ്ഞത്. വലീദ് എന്ത് പറഞ്ഞു, ഇത് മാരണക്കാരന്റെ വാക്കല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് ഖുർആനെ അത്രക്ക് സപ്പോർട്ട് ചെയ്ത് വിശുദ്ധ ഖുർആൻ ശരിയാണെന്ന് സ്ഥാപിച്ചപ്പോ അവിടെയാണ് അബൂജഹലിനെ പോലെയുള്ള ആളുകൾ കണ്ണുരുട്ടി. അബൂജഹലിനെ പോലുള്ള ആളുകൾ എന്ത് ചെയ്തു, വലീദെ എന്താ വേണ്ടിച്ച പറഞ്ഞു, സമ്പത്ത് എത്ര വേണോ തരാം, പക്ഷേ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഖുർആനെ സപ്പോർട്ട് ചെയ്തിട്ട് മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പാടില്ല, എതിര് പറയണം. സമ്പത്ത് എത്ര വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞപ്പോ അതിലെന്ത് ചെയ്തു, വലീദ് വീണു. വലീദ് ഖുർആനെ കുറിച്ച് ഏറ്റവും ഉഷാറായി പറഞ്ഞിട്ട് അതൊക്കെ എന്ത് ചെയ്തു, തിരുത്തി എന്നുള്ളതാണ്. സൂറത്ത് മുദ്ദസിറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഖുർആനെ കുറിച്ച് വലീദ് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതും പിന്നീട് അവന് എന്ത് പറയാണ്, ആ വിശുദ്ധ ഖുർആൻ പിന്നെ അത് ഒരു ഇന്നഹു ഫക്കറ ഫഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر. ഇത് കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു സിഹറാന്നാണ്. പിന്നെ എന്ത് ചെയ്തത്, സമ്പത്ത് കണ്ടപ്പോ വലീദ് മാറ്റി പറഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, വലീദിനെ കുറിച്ച് പറയാണ് സനസിമുഹു അലൽ ഖുർതൂം. വലീദിന് എന്തുണ്ടായത് എന്ന് അള്ളാഹു പറയാണ്. സനസിമുഹു, നസിമ വസമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടയാളം വെച്ചു എന്നാണ്. അതായത് സനസിമുഹു, വഴിയെ നാം അടയാളം വെക്കും എന്നുള്ളതാണ്. വഴിയെ നാം അടയാളം വെക്കും. അലൽ ഖുർതൂം, അവന്റെ ഖുർതൂമിൽ. എന്താ ഖുർതൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച സ്കൂളിലൊക്കെ പറയും, തുമ്പിക്കൈനാണ് പറയാ അല്ലെ, ഖുർതൂം എന്നുള്ളത്. അപ്പോ വലീദിന്റെ തുമ്പിക്കൈക്ക് നാം എന്ത് ചെയ്യും, അടയാളം വെക്കുന്ന. വലീദിനെവിടെ തുമ്പിക്കൈ? വലീദ് ഒരു പച്ചയായ മനുഷ്യനാണ്. നമുക്ക് ആർക്കെങ്കിലും തുമ്പിക്കൈ ഉണ്ടോ? നമ്മളെ പോലെ ഒരു മനുഷ്യനാണ് വലീദ്. ഇവിടെ ഉദ്ദേശം എന്താണ്? അൻഫാണ്, മൂക്കാണ്. അതായത് മൂക്കിനാണ് ഖുർതൂം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വലീദിന്റെ മൂക്കിന് നാം സീല് വെക്കും അല്ലെങ്കിൽ അടയാളം വെക്കും എന്ന് പറയാതെ ഖുർതൂമിന് എന്ന് പറഞ്ഞത്? അതായത് പിന്നെ ഈ തിന്നാൻ പാടില്ലാത്ത മൃഗങ്ങളിൽ പെട്ടതാണെന്ത്, മൂക്ക് നീളമുള്ള മൃഗങ്ങൾ. അതിനെ തിന്നല് ഹറാമാണ്. അതിലാണ് ആന, അതേപോലെ തന്നെ പന്നി, അക്രമക്കുമുള്ള, ഈ ഇതിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് തിന്നൽ അനുവദനീയമാണ് അല്ല എന്നാണ്.
ആ ഗണത്തിലേക്ക് എന്ത് ചെയ്തു? വലീദിനെ ചേർത്തു പറഞ്ഞു. അത്രക്കും നീചനാണ് വലീദ്, അത്രക്കും നീചനാണ് വലീദ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പിന്നെ പ്രൗഢിക്ക് എന്ത് പറയുന്ന അറിയാം, നല്ല ഗെറ്റപ്പിനൊക്കെ പിന്നെ അനഫത്ത് എന്ന് പറയും. അനഫത്ത് എന്നാണ് അറബികൾ പ്രയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ കഴിയും റഗിമ അൻഫും, അല്ലെ, മൂക്ക് കുത്തി വീഴട്ടെ എന്നാണ്. റഗിമ അൻഫും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് അവന്റെ പ്രൗഢി നശിക്കട്ടെ എന്നാണ്, അവൻ അപമാനിതനാകട്ടെ എന്ന് പറയാണ്. അതായത് മൂക്കിൽ അടയാളം ഇടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പേരും പെരുമയും നശിക്കട്ടെ എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. സനസിമുഹു അലൽ ഖുർത്തൂം, അവന്റെ തുമ്പിക്കൈന് നാം അടയാളം വെക്കും എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശം? വലീദിന്റെ പേരും പെരുമയും എന്ത് ചെയ്യട്ടെ? നശിക്കട്ടെ എന്നതാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളതാണ്. എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇകഴ്ത്തുകയും അവന്റെ പേര് പിന്നെ എടുത്തു പറയാതെ തന്നെ അവന്റെ എല്ലാ അടയാളങ്ങളും എടുത്തു പറഞ്ഞിട്ട് നശിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാജമായി മജ്നൂൻ എന്ന് പറഞ്ഞവനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാജമായി മജ്നൂൻ എന്ന് പറഞ്ഞവനാണ്. അതേപോലെ തന്നെ അപവാദം പറയുന്നതിന് നേതൃത്വം കൊടുത്തവനാണ് വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? അത്തരം വലീദിന്റെ വാക്കുകൾ അനുസരിക്കരുത്. പ്രവാചകരെ, താങ്കൾ താങ്കളുടെ വിശുദ്ധ ഖുർആൻ പാരായണവുമായി, താങ്കൾ താങ്കളുടെ പ്രബോധനവുമായി കൊണ്ട് മുന്നോട്ട് പോവുക എന്നെന്ത് ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാരണം വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ അത്ര മനസ്സിലാക്കി. അപ്പോഴാണ് പൈസ ഇങ്ങനെ കൊണ്ടുവന്നു തരുന്നത്. അപ്പോ ഇന്നഹു ഫക്കറ, അവൻ ഇങ്ങനെ ചിന്തിച്ചു. ഫഖദ്ദറ, എന്നിട്ട് അവനിങ്ങനെ മനസ്സിലാക്കി. സുമ്മ ഖുതില കൈഫ ഖദ്ദർ, പിന്നെ ഓനിങ്ങനെ ഒന്ന് ആലോചിച്ച് അവൻ കണക്കാക്കി. സുമ്മ നദർ, എന്നിട്ട് ഓന് ഇങ്ങനെ ഒന്ന് നോക്കി. സുമ്മ അബസ വബസർ, എന്നിട്ട് അവന് മുഖക്ക് ഇങ്ങനെ ചുളിച്ചിട്ട് പറഞ്ഞു. കാരണം ഖുർആനെ കുറിച്ച് നല്ല മദ്ഹ് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്, അപ്പോഴാ പൈസ കൊണ്ടുവന്ന് തരുന്നത്. അപ്പൊ ഇതിങ്ങനെ ആലോചിച്ച് മുഖക്ക് ഇങ്ങനെ ചുളിച്ചിട്ട് പറഞ്ഞു, ഇൻഹാദ ഇല്ലാ സിഹ്റുൻ യുഅ്സർ, ഇത് ഒരു കെട്ടിയുണ്ടാക്കപ്പെട്ട സിഹറാണെന്ന് ഖുർആനെ ഒറ്റടിക്കണ്ട് എന്ത് ചെയ്യാണ്? മാറ്റി പറയാണ് ചെയ്തത്. കാരണം വലീദിനെ പോലുള്ള ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുക എന്നുള്ളത് അത് പ്രായോഗികമല്ല. കാരണം മക്കത്തെ ഏറ്റവും വലിയ സമ്പത്തിന്റെ ആളാണ് എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ വലീദിനെ ചാക്കിലിട്ട് പിടിക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രം എന്താ? പൈസ അങ്ങോട്ട് എറിയാൻ തന്നെ. അത് എറിഞ്ഞപ്പോ എന്ത് ചെയ്തു? സ്വന്തം മനസ്സിലാക്കിയ ഹക്ക്, ആദർശം മാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. അത് മാറ്റി പറയാ, ഞാൻ അതിലില്ല എന്ന് പറഞ്ഞ് തടി കഴിച്ചിലാക്കിയാൽ മതി. പക്ഷെ അവിടെ നിന്നില്ല. ഖുർആനിനെ അവഹേളിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മജ്നൂൻ എന്ന് വിളിക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് അവന്റെ സമ്പത്ത് ചെലവഴിച്ചു എന്നും ഈ തന്ത്രം മെനഞ്ഞു എന്നും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞത്? വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമിൻ മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അതീം ഉതുല്ലിൻ ബഅദ ദാലിക സീനി. ഇത്രക്കും മോശപ്പെട്ട കാര്യങ്ങൾ വലീദിനെ കുറിച്ച് പറയാൻ കാരണം അത്രക്കും ബോധ്യപ്പെട്ടിട്ടും ഇതിൽ നിന്ന് പിന്മാറുക മാത്രമല്ല, പിന്നീട് അതിനെ എതിർക്കാനുള്ള ശ്രമങ്ങൾ കൂടി അവൻ നടത്തി എന്നുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇൻഷാ അല്ലാഹ് വേറെ ചില ഭാഗങ്ങളിലേക്കാണ് നമ്മൾ അടുത്ത ആയത്തുകൾ മുതൽ നമ്മൾ കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വരും ആഴ്ചകളിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പാഠമാണ്. നമ്മൾ പഠിച്ച ഹക്ക്, നമ്മൾ മനസ്സിലാക്കിയ സത്യം, അത് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസ്ഥകളും വളരെ മോശപ്പെട്ട പര്യവസാനങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ഈ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളാണ്. എത്രയോ ആളുകൾ ഇന്ന് ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞ്, ഞങ്ങൾ എക്സ് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക മാത്രമല്ല, ഇസ്ലാമിനെ ഓരോ മിനിറ്റുകളിലും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന, കളിയാക്കിക്കൊണ്ടിരിക്കുന്ന, കളവാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ആളുകളുടെയും അവസ്ഥ വലീദിന് എന്തവസ്ഥയാണോ ഉണ്ടായത് അതേ അവസ്ഥ തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ
ഈ ദീനിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അത്തരം ദീനിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വല്ലാഹു തആല അഅലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി